സാമിൻ്റെ വാക്കുകൾ തീർത്ത അഗാധത്തിൽ നിന്ന് പുറത്തു വരാൻ ഏറെ സമയം വേണ്ടി വന്നു ജേക്കബിന്. എവിടെയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാകും എന്ന് കരുതിയ കുഞ്ഞുപെങ്ങൾ വർഷങ്ങൾക്ക് മുൻപേ ഈ ലോകം വിട്ടുപോയെന്ന സത്യം അംഗീകരിക്കാൻ ആയില്ല ആ മനുഷ്യന്. മുഖമമർത്തി ഉറക്കെ കരഞ്ഞുപോയ അദ്ദേഹത്തെ ഒരുവിധമാണ് സാം പറഞ്ഞ് സമാധാനിപ്പിച്ചത്. എനിക്കറിയില്ല സാം, എൻ്റെ അമ്മച്ചിയോടും മാധുവിനോടുമൊക്കെ ഇതെങ്ങനെ പറയുമെന്ന്. അന്നമോള് എന്തെങ്കിലും വരുന്നതും കാത്തിരിക്കുന്ന അവരോട് എങ്ങനെ പറയും ഞാൻ? അവളിനി ഒരിക്കലും വരില്ലെന്ന് അവളെ കാത്തിരിക്കേണ്ടത്. പദം പറഞ്ഞ് കരയുന്ന മനുഷ്യനെ സാം അങ്ങേയറ്റം നോവോടെ നോക്കി. എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. പഴയ ആ ഫോട്ടോയും കൊണ്ട് തന്നെ തേടി വരുമ്പോഴും ആ കണ്ണിൽ കണ്ട പ്രതീക്ഷ, അനിയത്തെ ഇനിയെങ്കിലും കാണാൻ കഴിയുമെന്ന പ്രത്യാശ ഒക്കെയും ഇന്ന് ആഴിയിൽ അസ്തമിച്ചിരിക്കുന്നു. അവസാനമായി ഒരു നോക്കുപോലും അവളെ കാണാനായില്ലല്ലോ സാം. അങ്കിൾ കൂടി ഇങ്ങനെ തളർന്നു പോയാൽ വല്യമ്മച്ചയെ എങ്ങനെയെല്ലാം അറിയിക്കും നമ്മൾ? പറയാതെ ഒളിച്ചു വയ്ക്കുന്നതും പാവമായി പോകും. സാം പറഞ്ഞു നിർത്തുമ്പോഴും എങ്ങനെയെല്ലാം എല്ലാവരെയും അറിയിക്കും എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരെത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. ദേവൻ, അയാൾ ഇപ്പോൾ ഏറെ നേരത്തെ മൗനത്തിന് ശേഷം മുഖമൊന്ന് അമർത്തി തുടച്ചു. ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് ജേക്കബ് ചോദിച്ചു. അദ്ദേഹം ഒരു ആയുർവേദ ഡോക്ടറാണ്, കൂടാതെ ഇന്ത്യ ഒന്നാകെ അറിയപ്പെടുന്ന ഭദ്ര ഗ്രൂപ്പ്സിന്റെ MD-യും. സാം ബഹുമാനത്തോടെ തന്നെ പറഞ്ഞു. അത്രയും പ്രശസ്തനായ ഡോക്ടറാണ് അദ്ദേഹം. തളർന്നു പോയ ഒരുപാട് ജന്മങ്ങൾക്ക് പുതുജീവനും വെളിച്ചവും പകർന്നു നൽകിയ മനുഷ്യൻ. പിന്നെ ആൻറ്റിക്കും ദേവൻ സാറിനും ഒരു മകളാണുള്ളത്, ഭദ്ര ഗ്രൂപ്പ്സിന്റെ ഏക അവകാശി ഭദ്ര ദേവനാരായണൻ. സാം വീണ്ടും പറഞ്ഞു നിർത്തിയതും പ്രതീക്ഷ പറ്റി നിരാശയും നോവും സ്ഥാനം പിടിച്ച ജേക്കബിന്റെ മുഖത്ത് ഒരു വെട്ടം വീണു. സാം, സത്യമാണോ? എൻ്റെ അന്നമോൾക്ക്, അവൾക്ക് ഒരു മോളുണ്ടോ? കണ്ണ് നിറച്ചിട്ട് അയാൾ ചോദിക്കുമ്പോൾ സാമും ഒരു പുഞ്ചിരിയോടെ തലയനക്കി. എനിക്ക് അവരെ ഒന്ന് കാണണം സാം. എൻ്റെ അമ്മച്ചിക്ക് മുന്നിൽ അന്നമോൾക്ക് പകരം അവളുടെ മോളെയെങ്കിലും കൊണ്ടുവന്ന് നിർത്തണം. ആവേശത്തോടെ അദ്ദേഹം പറയുമ്പോൾ അനിയത്തിൻ്റെ മകൾക്കായി വാത്സല്യത്തിൻ്റെ നീരിറവ അദ്ദേഹത്തിലും ഉടലെടുത്ത് തുടങ്ങിയിരുന്നു. സൂര്യൻ ഉദിച്ചുയരുന്ന പുലരിയിൽ ക്ഷേത്രത്തിന് മുന്നിലായി അവനോടൊപ്പം കൈകൾ കൂപ്പി നിൽക്കുമ്പോൾ തൻ്റെ പ്രണയത്തെ പാതിയെ ആരോഗ്യവാനാക്കി തിരികെ എത്തുന്നതിൽ മനസ്സ് തുറന്ന് നന്ദി പറഞ്ഞു ഭദ്ര. ഓരോ ദിവസവും വന്ന് പ്രാർത്ഥിച്ചത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയായിരുന്നു. കണ്ണും മനസ്സും ഒരുപോലെ നിറച്ചുകൊണ്ട് ദേവന് മുന്നിൽ തൊഴുതു നിന്നവൾ. ഒരിക്കലും സ്വന്തമാകുമെന്ന് കരുതാതെ പ്രണയിച്ച തൻ്റെ പ്രാണനായവളെ തനിക്കായി വെച്ച് നീട്ടിയ മഹാദേവനോട് ഉള്ളു തുറന്ന് നന്ദി പറയുകയായിരുന്നു നന്ദനും. അവളിന്ന് അത്രമേൽ തന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ലാത്ത വിധം സന്തോഷവനാണ് താൻ. കഴിഞ്ഞു പോയതെല്ലാം അവനുള്ള പരീക്ഷണങ്ങളായിരുന്നു. നഷ്ടപ്പെട്ടു എന്ന് കരുതുമ്പോഴാണല്ലോ ഒരാളെ നമ്മൾ എത്രമാത്രം സ്നേഹിച്ചു പോയിരുന്നു എന്നറിയുന്നത്. ആ വഴികളെല്ലാം കടന്ന് ഇന്ന് ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്നത് പോലും അവളെന്നെ അവൻ്റെ പ്രണയത്തിന് വേണ്ടിയാണ്, അവൻ്റെ ഭദ്രയ്ക്ക് വേണ്ടി മാത്രം. മനസ്സ് നിറഞ്ഞ ആ നടയ്ക്ക് മുന്നിൽ നിന്നും പ്രാർത്ഥിച്ച് വലം വെച്ചിരുവരും. പതിവിലും തെളിച്ചമുണ്ടായിരുന്നു മഹാദേവൻ്റെ മുഖത്ത്. ഒരിക്കൽ ചങ്കു പിടയുന്ന നോവുമായി പ്രാണനകലുന്ന വേദനയുമായി മുന്നിൽ വന്ന് നിന്ന് കരഞ്ഞവനെ ആ ദേവനും ഓർത്തു കാണും. അവനോടൊപ്പം ആ മനസ്സും നൊന്തു കാണും. അതാകും ഇന്ന് അവൻ്റെ ചിരി ആ ദേവൻ്റെ മുഖത്തിനും വെളിച്ചം നൽകിയത്. പൂജാരി നൽകിയ പ്രസാദം കൈനീട്ടി വാങ്ങിച്ച് കുറച്ച് കുങ്കുമവും മഞ്ഞളും കൂടി ചേർത്ത് നന്ദൻ്റെ നെറ്റിയിലായി തൊട്ടുകൊടുത്തു പെണ്ണ്. തൻ്റെ പകുതി മാത്രം പൊക്കമുള്ളവൾക്ക് എളുപ്പത്തിനായി മുഖമൊന്ന് കുനിച്ചു കൊടുത്തിരുന്നു അവനും. ഇനി എൻ്റെ ഭദ്രയ്ക്ക് നിറഞ്ഞ പുഞ്ചിരിയോടെ വിടർന്ന പൂവ് പോലുള്ള കുഞ്ഞു മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് തന്നെ അവളുടെ നിറകയിലായി കുറി വരച്ചു കൊടുത്തവൻ. ഇലയിലുണ്ടായിരുന്ന കുറച്ച് തുളസിയും തെച്ചിയും കൂടി അവളുടെ മുടിയിഴകളിൽ വെച്ചു കൊടുക്കുമ്പോൾ വിടർന്നു പോയ മിഴികളുടെ ഭദ്രയും അവനെ നോക്കി. നമുക്ക് കുറച്ചു നേരം കുളപ്പടവിൽ ഇരുന്നാലോ നന്ദേട്ടാ? പെണ്ണിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ക്ഷേത്രത്തിന് പുറത്തേക്ക് നടന്നതും അവനോടൊപ്പം ഇരിക്കാനുള്ള ആഗ്രഹത്തോടെ ചോദിച്ചവൾ. നമുക്ക് സ്വന്തമായൊരു കുളമില്ലേ, അവിടെ പോയിരിക്കാടി. വേണയിൽ നന്ദേട്ടൻ തന്നെ കുളിപ്പിച്ചു തരാം. ക്ഷേത്രത്തിന് പുറത്തേക്കിറങ്ങിയ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടുന്ന കൂട്ടത്തിൽ അരികിൽ നിൽക്കുന്നവൾക്ക് കേൾക്കാൻ പാകത്തിന് മുഖം കുണിച്ചുള്ള കള്ളച്ചീരിയുടെ പറഞ്ഞതും മുഖം വീർപ്പിച്ച് നോക്കിയവൾ. വാ തുറന്നാൽ വഷ്ടത്തരം മാത്രമേ പറയൂ. ഇപ്പം ഒന്നുകൂടി അവനെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് പെണ്ണ് മുന്നോട്ട് നടന്നു. അവൾക്ക് പുറകെയായി മീശൊന്ന് പിരിച്ചു വെച്ച് മുണ്ടു മടക്കി കൊത്തിക്കൊണ്ട് അവനും. ഭദ്രേ ഭദ്രേ, നന്ദേട്ടൻ്റെ കുഞ്ഞേ, പിണങ്ങിയോ? പുറകെ നടന്ന് കൊഞ്ചിച്ച് വിളിച്ചിട്ടും ഗൗരവം വിടാതെ മുന്നോട്ട് നടന്നതേയുള്ളൂ പെണ്ണ്. ആഹാ, അത്രയ്ക്കായോ? അടുത്ത നിമിഷം വായുവിലായി ഉയർന്നു പൊങ്ങിയവൾ. നന്ദേട്ടാ! പകച്ചുകൊണ്ട് പെണ്ണ് വിളിക്കുമ്പോഴേക്കും വാരിയിട്ട് നെഞ്ചോട് ചേർത്ത് അവളുമായി മുന്നോട്ട് നടന്നിരുന്നു. താഴെ നിർത്തി നന്ദേട്ടാ, അയ്യേ ആരെങ്കിലും കാണും.
അടങ്ങിക്കിടക്കടി. കയ്യിൽ കിടന്ന് കുതിർന്നവളെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് പറഞ്ഞതും ഭദ്ര മുഖം വീർപ്പിച്ച് അവനെ നോക്കി. ചുണ്ടിൽ വിരിഞ്ഞ നേർത്ത പുഞ്ചിരി ഒതുക്കി പിടിച്ചുകൊണ്ട് തന്നെ അവളുമായി മുന്നോട്ട് നടന്നവൻ വീട്ടിലേക്കുള്ള ഇടവഴിയായിരുന്നതിനാൽ ആ വഴി മറ്റാരും ഉണ്ടായിരുന്നുമില്ല. ഇനിയുണ്ടെങ്കിലും എടുത്തുകൊണ്ട് പോകുന്ന ആൾക്ക് അതൊരു പ്രശ്നവുമല്ല. മതി നന്നേട്ടാ, താഴെ നിർത്ത്, ഞാൻ നടന്നോളാം. നീ നോക്കി പേടിപ്പിച്ചിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ കാര്യമില്ലെന്ന് മനസ്സിലായതും പെണ്ണ് കിടന്ന് ചിണങ്ങി. ചുണ്ടിലേറിയ പുഞ്ചിരിയോടെ തന്നെ അവൾ താഴെ നിർത്തി. എന്നോട് പിണങ്ങി മിണ്ടാതെ പോകുമ്പോൾ എൻ്റെ ഭദ്ര ഇതൊക്കെ ഓർക്കണം. വീർത്ത കവളിൽ പതിയെ നുള്ളി നോവിച്ചുകൊണ്ട് അവളെ തോളിലൂടെ കയറ്റുകൊണ്ട് മുന്നോട്ട് നടന്നവൻ എത്ര തടഞ്ഞു നിർത്തിയിട്ടും ഭദ്രയുടെ ചുണ്ടുകളും ഒന്ന് വിടർന്നു പോയി. തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും ചായയും പലഹാരവും അമ്മ തന്നെ ഉണ്ടാക്കിയിരുന്നു. 3 പേരും ഒരുമിച്ചിരുന്ന് കഴിച്ചു. ഉച്ചയ്ക്കുള്ളത് താൻ ഉണ്ടാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഭദ്ര തന്നെ അമ്മയെ നിർബന്ധിച്ച് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു വിട്ടു. ചോറമ്മ കാലത്ത് തന്നെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് കറികൾ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. ചീരയും പരിപ്പും കൂടി തേങ്ങ അരച്ച് കറി വെച്ചു. ഫ്രിഡ്ജിൽ വറുക്കാൻ മസാല പുരട്ടി വെച്ച മീനെടുത്ത് അതുമുണ്ടാക്കി. മെഴുക്ക് പുരട്ടിക്കുള്ള പയരെടുത്ത് കൈകൊണ്ട് ഓടിച്ചു തുടങ്ങിയപ്പോഴേക്കും പുറകിൽ നിന്നും ഒരുവൻ ഇറക്കെ പുണർന്ന് കഴിഞ്ഞിരുന്നു. ഭദ്രയുടെ ചുണ്ടുകൾ വിടർന്നു. പേടിച്ചില്ലേ? ഇല്ലല്ലോ. അതെന്താ? കാതിൽ കുഞ്ഞു ചിമ്മിക്കിയിൽ പതിയെ ചുണ്ട് ചേർത്ത് മുത്തിക്കൊണ്ട് ചോദിച്ചവൻ. പിടഞ്ഞുണ്ട് കഴുത്തി വെട്ടിച്ചു ഭദ്ര. പറയടി, എന്താ പേടിക്കാഞ്ഞേ? നേരത്തൊരു തെന്നൽ പോലുള്ള ചോദ്യം. ഇവിടെ എന്നിങ്ങനെ കെട്ടിപ്പിടിക്കാൻ ഈ ആളല്ലാതെ വേറെ ആരാ ഉള്ളത്? അപ്പോൾ എൻ്റെ മുത്തിന് ഇതൊക്കെ അറിയാം. കവളിൽ പതിയെ കടിച്ച് ചുംബിച്ചവൻ മെഴുകിൽ ഇറക്കി അടിച്ച് തൻ്റെ വയറിനെ ചുറ്റിയ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചവൾ. പെട്ടെന്ന് വാടി, എനിക്കൊട്ടും പറ്റുന്നില്ല കേട്ടോ. എപ്പോഴും ഇങ്ങനെ ചേർന്ന് വേണം എന്ന് തോന്നുക. കനത്ത ശ്വാസത്തിൽ പറഞ്ഞോട് ഒരിക്കൽ കൂടി കവളിൽ അമർത്തി ചുംബിച്ചവൻ. ശ്വാസമെടുക്കാൻ പോലും ആവാതെ നിന്നുപോയി ഭദ്ര. ശരീരം ഒന്നാകെ കുളിർന്നതുപോലെ, അടിവയറ്റിൽ മഞ്ഞ് വീണതുപോലെ. അവൻ ഇടർന്നു മാറിയിട്ടും പുറത്തേക്ക് പോയിട്ടും അതേ നിൽപ്പ് തുടർന്നവൾ ഏറെ നേരം. ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ തലയിന്ന് കുടഞ്ഞ് വീണ്ടും ജോലി തുടർന്നു. ഈ തവണ കുഞ്ഞൊരു തിടക്കമുണ്ടായിരുന്നു ഓരോ പ്രവൃത്തിയിലും. ഒരുവൻ കാത്തിരിക്കുന്നു എന്ന് ഹൃദയം അപ്പോഴും ഓർമ്മിപ്പിക്കുന്ന പോലെ അവനരികിലേക്ക് ചേരാൻ മനസ്സും ശരീരവും ഒരുപോലെ വെമ്പൽ കൊണ്ടു. സാമിനെ കണ്ട് മാളികൾ തറവാടിന് മുന്നിലേക്ക് കാറിൽ വന്നിറങ്ങുമ്പോൾ അവിടെയുള്ളവരോട് എന്തു പറയണം, എങ്ങനെ പറയണം എന്നറിയാത്ത അവസ്ഥയിലായിരുന്നു ജേക്കബ്. അന്നിയുടെ മരണം അമ്മച്ചി അറിയുന്ന നിമിഷം അവർ പൂർണ്ണമായും തകർന്നു പോകുമെന്ന് ഉറപ്പായിരുന്നു അയാൾക്ക്. പക്ഷെ പറയാതിരിക്കാനും വയ്യ. ഒരു നിമിഷം മുൻപ് എല്ലാം അറിയിക്കണം. വൈകും തോറും ഇനി ഒരു പ്രതീക്ഷയുടെ വേദന കൂടി നൽകാൻ വയ്യ. നിറഞ്ഞു തുടങ്ങിയ മിഴികൾ മുഖമൊന്ന് അമർത്തി തുടച്ച് കാറിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതും കാർ പോർച്ചിലായി കിടക്കുന്ന എബ്രഹാമിൻ്റെ കാർ കണ്ടതും അയാളുടെ മുഖമൊന്നിരുണ്ടു. ആൽവി വീട് വിട്ടു പോയതിനു ശേഷം എബ്രഹാമുമായിട്ടുള്ള സൗഹൃദം പോലും ഉപേക്ഷ മട്ടായിരുന്നു ജേക്കബ്. അവരുടെ എല്ലാ വാക്കുകൾക്കും ചെവി കൊടുത്ത് തകർത്ത് കളഞ്ഞത് സ്വന്തം മകൻ്റെ ജീവിതമാണ് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ ഏത് വീതനെയും ആ തെറ്റ് തിരുത്താനുള്ള മാർഗം അന്വേഷിക്കുകയാണ്. മുറുകിയ മുഖത്തോടെ തന്നെ അകത്തേക്ക് കയറിയതും കണ്ടു ലിവിംഗ് റൂമിലായിരിക്കുന്ന എബ്രഹാമിനെയും അയാൾക്കരികിലായി മുഖം കുനിച്ചു നിൽക്കുന്ന ദിയയും. അമ്മച്ചി ഗൗരവത്തോടെ സോഫയിൽ ഇരിക്കുന്നുണ്ട്. കത്രീനാമ്മയുടെ മുഖം ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും ഇരുണ്ടിരുന്നു. അതിനെല്ലാം കാരണം താൻ എടുത്ത തെറ്റായ ഒരു തീരുമാനമാണെന്നോർക്കെ ജേക്കബിൻ്റെ തലയും കുനിഞ്ഞു പോയിരുന്നു. ആഹാ, താൻ വന്നോ? ഞാൻ തന്നെ കാത്തിരിക്കുകയായിരുന്നു. ഒന്നുമേ സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ സംസാരിച്ചു തുടങ്ങിയ എബ്രഹാമിനോട് വല്ലാത്തൊരു നീരസം തോന്നിപ്പോയി എല്ലാവർക്കും. താൻ വന്ന കാര്യം ഗൗരവത്തോടെ തന്നെ ചോദിച്ചുകൊണ്ട് അമ്മച്ചിക്കരികിലുള്ള സോഫയിലേക്ക് ഇരുന്ന് ജേക്കബ്. അതെന്താടോ അങ്ങനെ ഒരു ചോദ്യം? എല്ലാം എല്ലാവർക്കും അറിയുന്നതല്ലേ. വർഷം 2ആയി പിള്ളേരുടെ കല്യാണം കഴിഞ്ഞിട്ട്. അന്ന് മുതൽ രണ്ടും രണ്ടിടത്താ. എന്നും ഇതിങ്ങനെ തുടർന്നാൽ അത് ശരിയാകുമോ? ഇവർ ഇങ്ങനെ വാശി കാണിക്കുമ്പോൾ നമ്മളും അതിനനുസരിച്ച് തുള്ളുകയാണോ വേണ്ടത്? എബ്രഹാം കാര്യമായി തന്നെ പറഞ്ഞു നിർത്തിയതും ജേക്കബ് തൻ്റെ മുഷ്ടി ചുരുട്ടി പിടിച്ചു. അമ്മച്ചിയുടെയും മമ്മയുടെയും മുഖത്ത് ദേഷ്യം തന്നെയാണ്. എനിക്ക് ഈ കാര്യത്തിൽ ഒന്നും പറയാനില്ല എബ്രഹാം. ഒരിക്കൽ തൻ്റെയും തൻ്റെ മോളുടെയും നാടകം കണ്ട് ഞാൻ ഇല്ലാതെയാക്കിയത് എൻ്റെ കൊച്ചിൻ്റെ ജീവിതമാണ്. സന്തോഷത്തോടെ ജീവിച്ചിരുന്നവൻ ഇന്ന് ഇരുട്ടിൽ കഴിയുന്നത് ഞാൻ ഒറ്റയൊരാൾ കാരണമാണ്. ഇനിയും വയ്യ. അവൻ്റെ ഇഷ്ടം എന്താണോ അതേ നടക്കൂ. ഈ ബന്ധം തുടരാൻ അവന് താല്പര്യമില്ലെങ്കിൽ ആരും നിർബന്ധിക്കില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാടോ? തൻ്റെ മോൻ കെട്ടിയ മിന്ന എൻ്റെ കൊച്ചിൻ്റെ കഴുത്തിൽ. താനും കൂടി നിർബന്ധിച്ചിട്ടല്ലേ അവനെന്ത് കേട്ടേ? എന്നിട്ടിപ്പോൾ അങ്ങനെ ഇങ്ങ് ഒഴിയാൻ നോക്കുമോ? എബ്രഹാം ഒരു അമർഷത്തോട് വാദിക്കുമ്പോഴും ദിയ ആരെയും മുഖം ഉയർത്തി നോക്കാൻ പോലും നിന്നിരുന്നില്ല. വന്നു കയറിയപ്പോൾ മുതൽ അമ്മച്ചിയുടെയും അമ്മയുടെയും മുഖത്തെ വെറുപ്പും ദേഷ്യവും കണ്ടപ്പോൾ തന്നെ വല്ലാതെയായിരുന്നു അവൾ.
ഇവിടെ വരുമ്പോഴൊക്കെയും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച രണ്ടുപേരെയും ആ ഭാവം മുഖമുയർത്തി നോക്കാൻ പോലും അവൾക്കാവുന്നുണ്ടായിരുന്നില്ല. അപ്പോഴും എബ്രഹാമും ജേക്കബും തമ്മിലുള്ള വാദങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. ഒടുക്കം ആൽവി തിരിച്ചു വരുന്നതുവരെ ദിയെ അവിടെ നിർത്തണം എന്നും ബാക്കിയെല്ലാം അതിനുശേഷം ആലോചിക്കാമെന്നും എബ്രഹാം പറഞ്ഞതും അമ്മച്ചി അതിന് സമ്മതിച്ചു. എബ്രഹാമിനും അത്രേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. ആൽവി തിരികെ എത്തിയിട്ട് എന്ത് ചെയ്യണമെന്നുള്ള വ്യക്തമായ കണക്കുകൂട്ടൽ അയാൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരത്തിന് മുതിരാതെ അയാൾ യാത്ര പറഞ്ഞിറങ്ങി. അന്നയുടെ കാര്യം പറയാൻ ഉറച്ചു വന്ന ജേക്കബിന് ആ നിമിഷം എന്തോ അതുകൂടി പറയാനുള്ള മനസ്സ് വന്നില്ല. ആരെയും നോക്കാതെ റൂമിലേക്ക് അയാൾ പോയി. പുറകെ അമ്മച്ചിയും അമ്മയും കൂടി പോയതും ദിയ ആ വലിയ ഹാളിൽ തനിച്ചായി. ആരും ഒരു വാക്ക് പോലും മിണ്ടാതെ പോയത് അവിടെ ദേഷ്യവും സങ്കടവും ഒരുപോലെ നിറച്ചു. മകൻ്റെ ജീവിതം കൊണ്ട് തന്നെ എല്ലാത്തിനും പകരം വീട്ടും എന്നവൾ ഉറപ്പിച്ചിരുന്നു. തൻ്റെ മടിയിലായി കിടക്കുന്നവൻ്റെ മുടിയിഴികളിൽ വിരൽ ചേർത്ത് പതിയെ തഴുകിയവൾ നേരത്തെ ഒരു പുഞ്ചിരിയോടെ മിഴികളടച്ച് കിടന്നവൻ. നിന്റെ കൈകൊണ്ട് ഇങ്ങനെ തഴുകുമ്പോൾ വല്ലാത്ത സുഖമാണ് ഭദ്രേ, പെട്ടെന്ന് മയങ്ങിപ്പോകും. നന്ദൻ ഒരു ചിരിയുടെ കണ്ണുകൾ തോർന്നു നോക്കി. എന്നെ ഇനി തഴുകുന്നില്ല. കുറുമ്പോടെ കൈകളെടുത്ത് മാറ്റിക്കൊണ്ട് അവൾ പറഞ്ഞതും നന്ദൻ്റെ ചുണ്ടുകൾ ഒന്ന് വിടാർന്നു. അടുത്ത നിമിഷം മുഖം ഒന്ന് ചേരിച്ച് സാരിക്കിടയിലൂടെ നഗ്നമായ അവളുടെ വയറിൽ മുഖം പൂഴ്ത്തി വെച്ചവൻ. അമ്മച്ചിയോട് ഇതെങ്ങനെ പറയും ഇച്ചായ? മുഖം പൊത്തിക്കൊണ്ട് വിങ്ങിക്കരഞ്ഞു പോയവർ. അന്നയുടെ കാര്യം ജേക്കബിൽ നിന്നും അറിഞ്ഞപ്പോൾ തുടങ്ങിയ കരച്ചിലാണ് കത്രീനമ്മ. ദിയെ വന്നതിൻ്റെ ദേഷ്യത്തിലും സങ്കടത്തിലും ഇരിക്കുമ്പോഴാണ് ജേക്കബിൻ്റെ കണ്ണുകൾ നിറയുന്നതും താൻ കാണാതെ അവയൊളിപ്പിക്കുന്നതും മമ്മ കാണുന്നത്. അധികം ചോദ്യങ്ങളുടെ മേമ്പൊടിയില്ലാതെ തന്നെ സാമിനെ കണ്ടതും അവൻ പറഞ്ഞ വിവരങ്ങളും എല്ലാം കത്രീനമ്മയോട് അയാൾ പറഞ്ഞു. അന്നയൊരു കൂടപ്പിറപ്പിനെ എന്ന പോലെ സ്നേഹമായിരുന്നു അവർക്ക്. സഹിക്കാൻ പറ്റുന്ന വാർത്തയായിരുന്നില്ലത്. ഇന്നല്ലെങ്കിൽ നാളെ അവൾ ഈ തറവാട്ടിലേക്ക് വരുമെന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്നവർക്ക് വല്ലാത്തൊരു ഞെട്ടൽ തന്നെ തീർത്തു. നീ ഇങ്ങനെ കരയല്ലേ? അമ്മച്ചി കണ്ട മുഖം അമർത്തി തുളച്ചുകൊണ്ട് ഭാര്യയും വിലക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു. ഞാൻ മാത്യുവിനെ വിളിച്ചുകൊണ്ട് അവൻ സ്റ്റെല്ലയും കൂട്ടി ഇങ്ങ് വരും. എന്നിട്ട് അമ്മച്ചിയോട് പറയാം. അന്നയുടെ മോള് അവളെ എന്തോ ഓർത്തതുപോലെ മമ്മ ചോദിച്ചതും വിഷാദം നിറഞ്ഞിരുന്ന ജേക്കബിൻ്റെ മുഖത്ത് പ്രതീക്ഷയുടെ ഒരു വെട്ടം വീണും. നമുക്ക് ഇങ്ങ് കൊണ്ടുവരാം കത്രീനെ. ദേവനെ ഞാനൊന്ന് വിളിച്ച് സംസാരിക്കാം. സാം തന്ന നമ്പർ കയ്യിലുണ്ട്. അതിനു മുൻപ് അമ്മച്ചിയോട് എല്ലാം പറയണം. ജേക്കബ് തീരുമാനിച്ചുറപ്പിച്ചതുപോലെ പറഞ്ഞതും കത്രീനയും ഒന്ന് മോളി. എന്നിട്ടും അവരുടെ സങ്കടം തീരുന്നുണ്ടായിരുന്നില്ല. ഇന്നോളം എവിടെയോ സന്തോഷമായിട്ട് ഇഷ്ടപ്പെട്ട ആൾക്കൊപ്പം ജീവിക്കുന്നുണ്ടാകും എന്ന് കരുതിയവൾ അപ്പന് മുൻപേ ലോകം വിട്ടു പോയിരുന്നു എന്നുള്ള സത്യം അവർക്ക് ഉൾക്കൊള്ളാനായിരുന്നില്ല. എങ്കിലും ഇപ്പോൾ തളർന്നു പോയാൽ മുന്നിൽ ഉരുകിയിരിക്കുന്ന മനുഷ്യൻ പൂർണ്ണമായും തകർന്നു പോകുമെന്ന് തോന്നിയതും തൊണ്ടുകുഴിയോളം വന്നെത്തിയ കരച്ചിൽ തടഞ്ഞു നിർത്തിയവർ. നന്ദേട്ടാ ഏങ്ങി വിളിച്ചുകൊണ്ടവൾ അവൻ്റെ പിൻമുടിയിൽ പിടുത്തമിട്ടു. നീളമുള്ള മുടിയിഴകളിൽ വിരൽ കൊരുത്തുകൊണ്ട് പെണ്ണിൻ്റെ മിഴികൾ കൂമ്പി അടഞ്ഞുപോയി. വെണ്ണ പോലുള്ള വയറിൽ മുത്തിച്ചുവപ്പിക്കുന്നവൻ. ഭദ്രയുടെ മുഖം ചുവന്നു തൊടുത്തു. ചിമ്പിച്ചു നുണഞ്ഞും പല്ലുകൾ കൊണ്ട് നോവിച്ചും അവൻ്റെ മുഖം അവിടെ അലഞ്ഞു. ഇളം റോസ് നിറമുള്ള വയറിൽ ചുവന്ന പാടുകൾ വീണു. ഒമ്മിനീരിനാൽ കുതിർന്നു. മുഖമിട്ട് ഉരച്ചും കുറുമ്പ് കാണിക്കുന്നവനെ തടയാനാവാതെ പിടഞ്ഞു പോയവൾ ശരീരം ഒന്നാക്കി വിറയ്ക്കുന്ന പോലെ. നന്ദേട്ടാ കുറുകിയും മുളയും തൻ്റെ പേര് മാത്രം വിളിക്കുന്നവൾ. അവളിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന ശീൽക്കാരം പോലും അവനിൽ ആവേശം നിറച്ചു. അടക്കാനാവാത്ത പ്രണയം. ഇനിയുമേറെ അവളെ ചുംബിച്ച് തളർത്താനുള്ള മോഹം. വയറിലൂടെ അലഞ്ഞുകൊണ്ട് മാറ്റുകൂട്ടുന്ന ആഴമുള്ള പുകൾ ചുഴിയിലേക്കായി അവൻ്റെ നാവ് ഊർന്നിറങ്ങിയതും ശക്തമായി പിഴഞ്ഞു പോയവൾ അങ്ങേറ്റം കൊതിയോടെ തൻ്റെ പെണ്ണിനെ അടക്കി പിടിച്ചു നന്ദൻ. ഇരുവരും ഒരുപോലെ കിതച്ചു. വകഞ്ഞു മാറ്റിയ സാരിക്കിടയിലൂടെ അവൻ്റെ മുഖം ഒന്നുയർന്നതും തോളിൽ കുത്തിവെച്ചിരുന്ന പിൻപൊട്ടി അടർന്നുകൊണ്ട് അവളുടെ മാറിൽ നിന്നും സാരത്തുമ്പ് ഉതിർന്നു വീണു. ഇരു ശരീരവും ഒരുപോലെ വിറച്ചു പോയിരുന്നു. കൂമ്പിയടഞ്ഞ മിഴികൾ വലിച്ചു തുറന്നുകൊണ്ടവൾ കിതപ്പോടെ അവനെ നോക്കി. ചുവന്ന് കലങ്ങിയ കരിയെഴുതിയ മിഴികൾ. നന്ദൻ്റെ നെഞ്ചുമൊന്ന് തുടിച്ചുയർന്നു. എന്ത് രസാടി ഇങ്ങനെ. വിയർപ്പിൽ കുതിർന്നു പോയ കുഞ്ഞു മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞുകൊണ്ടവൻ അവളുമായി ബെഡിലേക്ക് അമർന്നു. സാരിയുടെ മറയില്ലാതെ കാണുന്ന ഉടലഴകിലേക്ക് നന്ദന് മിഴികൾ പാഞ്ഞു. കൊതിയോടെ, അത്രയും മോഹത്തോടെ. തളർന്നു പോയി ഭദ്ര. ആ നോട്ടം നെഞ്ചു തുളച്ചു കയറുന്ന പോലെ. പ്രണയത്തിനുമപ്പുറം മറ്റെന്തൊക്കെയോ മോഹങ്ങളാണ് അവിടെ. എന്നിങ്ങനെ നോക്കല്ലേ നന്ദേട്ടാ. കിതപ്പോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ കണ്ണുകളെ പൊതിഞ്ഞു പിടിച്ചവൾ. നന്ദൻ്റെ ചുണ്ടുകൾ ഒന്ന് വിടർന്നു പോയി. ഇത്രയുള്ളോ എൻ്റെ പെണ്ണ്? കണ്ണിനെ മൂടിയ അവളുടെ കൈകൾ എടുത്തു മാറ്റി അവയിൽ ചിമ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും നാണത്തോടെ മുഖം തിരിച്ചവൾ. ഭദ്രേ
മാറിലായി മുഖം അമർത്തി വെച്ച് കിടന്നുകൊണ്ട് അവൻ വിളിച്ചതും പെണ്ണിൻ്റെ ഹൃദയം ഒന്ന് തുടിച്ചുയർന്നത് കാതിലായി അറിഞ്ഞവൻ. ഭദ്രേ. വീണ്ടും ആ സ്വരം നന്നെ പതിഞ്ഞു പോയതുപോലെ. ചുടുനിശ്വാസം മാറിൽ ചുഴിയിൽ തട്ടി അകലുന്നത് അറിഞ്ഞതും ശരീരം ഒന്നാകെ ഒരഗ്നി പടരുന്നത് ഭദ്രയെ അറിഞ്ഞു. വില കേൾക്ക് ഭദ്രേ. വീണ്ടും ആ സ്വരം പതിഞ്ഞതും ശക്തിയില്ലാതെ ഒന്ന് മൂളിയതേയുള്ളൂ പെണ്ണ്. എൻ്റെ അല്ലേ നീ? നന്ദേട്ടൻ്റെ മാത്രം. ഭദ്രയുടെ ശബ്ദമൊന്ന് പതിഞ്ഞു. വിരലുകൾ അവൻ്റെ കവിളിൽ അമർന്നു. ഇരുവരും തീർത്തും മൗനമായിരുന്നു. മിഴികൾ അടച്ചു. ആദരങ്ങളിൽ പുഞ്ചിരി പൊഴിച്ചു. വെറുതെ അങ്ങനെ